ജാനുവരി മാസം 1-ാം തീയതി എത്ര മുകളിലത്തെ നിലയിൽ നിന്ന് ഒന്ന് പറഞ്ഞേ? രണ്ടാമത്തെ നിലയിൽ നിന്ന് വീണു, സ്റ്റെപ്പിൽ വീണു രാത്രി. അപ്പോൾ തന്നെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഈ മൈക്കൊന്ന് കൊടുത്തു. തറയിൽ വീണു. ഓർമ്മ അപ്പോഴേ നഷ്ടപ്പെട്ടു. അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെട്ടെ? 3-ന്റെ അന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു. സിസ്റ്റർ പറഞ്ഞു 3-ന്റെ അന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു. അന്ന് ഓപ്പറേഷൻ കഴിയുകയും അന്ന് 2-ന്റെ അന്ന് ഡോക്ടർ പിടിച്ച് നടത്തുകയും ചെയ്തു. പക്ഷേ 3-ന്റെ അന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കാല് ഉറയ്ക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടും ചെയ്ത് തലയിലെ. അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ പോവുകയും അന്ന് മുതൽ ഓർമ്മ ശക്തി പൂർണ്ണമായി ഒരു തിങ്കളാഴ്ചയാണ് ഇത് വിടുന്നത്. വ്യാഴാഴ്ച തൊട്ട് ചേട്ടന് പൂർണ്ണമായി ഓർമ്മ നഷ്ടപ്പെടുകയും വെള്ളിയാഴ്ച പെട്ടെന്ന് ICUലോട്ട് മാറ്റുകയും അവിടെ നിന്ന് 3 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററിലോട്ട് മാറ്റുകയും വെന്റിലേറ്ററിൻ്റെ അന്ന് ശരിക്കും ഓർമ്മ പോയി മരിച്ചു എന്ന് തന്നെ ഡോക്ടർമാർ വിധി എഴുതി. വെന്റിലേറ്റർ മാറ്റട്ടോ എന്ന് വരെ ചോദിച്ചു. ഞങ്ങൾ 1 ദിവസം കഴിയട്ടെ 2 ദിവസം കഴിയട്ടെ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓർമ്മ ശക്തി പോയി, അമോണിയയുടെ അളവ് കൂടുതലായി, ഒത്തിരി അസുഖങ്ങൾ പിന്നെ വന്നുകൊണ്ടിരുന്നു. പനി ബാധിച്ചു, ഇൻഫെക്ഷനായി. വെന്റിലേറ്ററിൽ എത്ര ദിവസം? 8 ദിവസം. 8 ദിവസം വെന്റിലേറ്റർ, 10 ദിവസം ICU. 18 ദിവസം ICUലും വെന്റിലേറ്ററിലായിട്ട് കിടന്നു. 4 ദിവസം വാർഡിലായിരുന്നു. ഇദ്ദേഹത്തിന് മാറ്റം വന്നത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണതിനും 2 ദിവസത്തിന് മുമ്പേ പാസ്റ്റർ വരികയും ആ 2 മണിക്ക് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ അനുഭവം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സത്യത്തിൽ പേടിച്ചു പോയി. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഡിജു ബ്രദറിൻ്റെ അമ്മയും ഒരു സെക്യൂരിറ്റിയും കൂടെ അതിൻ്റെ അകത്ത് കയറി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കൈയും കാലൂട്ട് വെന്റിലേറ്ററിൽ ഓർമ്മ നഷ്ടപ്പെട്ട് ചലനം നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തി പെട്ടെന്ന് കൈയും കാലൂട്ട് അടിക്കുന്നു. ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒരുപക്ഷെ ദൈവം വിളിക്കുമോ എന്ന് പേടിച്ച് ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ച് അടുത്ത് നിന്ന നേഴ്സിനോടും സെക്യൂരിറ്റിയോടും ചോദിച്ചപ്പോൾ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്തോ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചു. സെക്യൂരിറ്റി അവിടെ നിന്ന് എന്നെ പറഞ്ഞു തുടങ്ങി, അഭിഷേകമുള്ളവർ വന്നാൽ ഇങ്ങനെ സംഭവിക്കും. അത് കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞ് മാറ്റം സംഭവിച്ചു? രാത്രി 10 മണിയൊക്കെ ആയപ്പോൾ കുറേശ്ശെ ഓർമ്മ വരികയും ചേട്ടന് പൂർണ്ണമായിട്ട് പിറ്റേന്ന് മുതൽ ഓർമ്മ കിട്ടിത്തുടങ്ങി. എല്ലാവരെയും മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ഡോക്ടർമാർ വിധി എഴുതിയതാണ്, വെന്റിലേറ്ററിൽ മാറ്റട്ടോ എന്ന് വരെ ചോദിച്ചതാണ്. ചേട്ടൻ്റെ അണ്ണൻ പറഞ്ഞു വേണ്ട 1 ദിവസം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് 8 ദിവസം. ഞായറാഴ്ച പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി? ഞായറാഴ്ച പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടെ കഴിഞ്ഞു. ഞായറാഴ്ച പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുകയും അന്ന് രാത്രി തൊട്ട് ചേട്ടൻ നല്ല ഓർമ്മ കിട്ടി തുടങ്ങി. പിറ്റേ 2 ദിവസം കൂടെ ആയപ്പോൾ നല്ല നോർമലായി. വ്യാഴാഴ്ച വാർഡിലോട്ട് മാറ്റുകയും റൂമിലോട്ട് മാറ്റിയിട്ട് തിങ്കളാഴ്ച വൈകിട്ടോടെ വീട്ടിലോട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ വ്യക്തി യേശു സൗഖ്യമാക്കി. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വെന്റിലേറ്ററിൽ കിടന്ന വ്യക്തിയെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇവിടെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നവർ 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം, ഈ സാക്ഷ്യം എവിടേക്ക് കേൾക്കുന്നുണ്ടോ ആ കൂടാരങ്ങളുടെ അകത്തുള്ള രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. മരണത്തെ മുഖാമുഖമായി കാണുന്ന രോഗികൾ ഇപ്പോൾ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. മഹത്വം തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.